السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറ, അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിഭാഗക്കാരായ ആളുകളോടും എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, അവിടുന്ന് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് പ്രവാചകൻ എന്ന വലിയ മനുഷ്യനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിക്കണ്ടത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട്, പത്നിമാരോട് എങ്ങനെയാണ് ഇടപെട്ടത്, പെരുമാറിയത്, അവരെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തെ മക്കളോട് എങ്ങനെ പെരുമാറി എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ, മക്കൾ എന്ന വിഷയത്തിൽ, ഈ 2 വിഷയത്തിലും വളരെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചപ്പോഴേ ഉപ്പയെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഉപ്പ അതിനു മുമ്പേ മരണപ്പെട്ടു. ഉമ്മ 6 വയസ്സാകുമ്പോൾ മരണപ്പെട്ടു. മക്കളിൽ ആൺമക്കളൊക്കെയും ഒരു പെൺകുട്ടി ഒഴിച്ച്, മകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു. അതിലെല്ലാ ആൺമക്കളും വളരെ ചെറിയ പ്രായത്തിൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അത്ര പോലും വയസ്സ് ചെല്ലാതെ മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളുടെയും മക്കളുടെയും വിഷയത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഒരു പ്രവാചകന്മാരിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ജീവിതകാലത്ത് തന്നെ മരണപ്പെടുന്ന അവസ്ഥ വന്നത് അപൂർവമാണ്. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഈ മക്കളോടുള്ള ഇടപാടുകളിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. വിശിഷ്യ പെൺമക്കൾ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആൺമക്കൾ നേരത്തെ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ മക്കളുടെ തർബീയത്തും ആ മക്കളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള ഓരോ സന്ദർഭങ്ങളിലൊന്നും അത്രയധികം ചരിത്ര സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. കൂടുതലും പെൺമക്കളാണല്ലോ പിന്നെയും ജീവിച്ചത്. പെൺമക്കളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരക്കുട്ടികൾ ഉണ്ടാകുന്നത്. 3 ആൺമക്കളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഖാസിം, അബ്ദുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം. തയ്യിബ്, താഹിർ എന്നീ 2 മക്കൾ കൂടി ഉണ്ട് എന്ന് ചില ചരിത്രകാരന്മാർ പ്രസ്താവിച്ചത് കാണാം. പക്ഷേ ആ 2 പേരും അബ്ദുള്ള എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ വിളിപ്പേരുകളായിരുന്നു എന്നതാണ് കൂടുതൽ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യയോഗ്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ അത് പറയുന്നതും നമുക്ക് കാണാം. ആ 2 പേരുകൾ വേറെ വേറെ മക്കളുടെ പേരുകളായിരുന്നില്ല. 3 ആൺമക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിൽ അബ്ദുള്ളയുടെ വിളിപ്പേരുകളാണ് ത്വയ്യിബ്, ത്വാഹിർ എന്നീ പേരുകൾ.
ഒന്നാമത്തേത് ഖാസിം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുൻപ് മക്കയിൽ വെച്ച് ജനിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് എല്ലാ മക്കളും ഉണ്ടാകുന്നത്, ഇബ്രാഹിം എന്ന മകൻ ഒഴിച്ച്. മക്കയിൽ വെച്ച് തന്നെ ഏകദേശം ഒരു 2-2.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഖാസിം എന്ന മകൻ മരിച്ചു. അതിലേക്കാണ് അബുൽ ഖാസിം എന്ന ചേർത്താണ് അബുൽ ഖാസിം എന്ന വിളിപ്പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നത്. അബ്ദുള്ള എന്ന മകൻ നുബുവത്ത് കിട്ടിയിട്ട് അതിന് ശേഷമാണ് ജനിക്കുന്നത്. അതും വളരെ ചുരുക്ക പ്രായത്തിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടു. ഇബ്രാഹിം എന്ന മകൻ കുറേയേറെ കഴിഞ്ഞ് മദീനയിലെത്തി. മാരിയ അൽ ഖിബ്തിയ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമ സ്ത്രീയിൽ ആണ് ജനിക്കുന്നത്. അത് ഹിജ്റ 8ാമത്തെ വർഷം, അതിൻ്റെ അവസാനം, മദീനയുടെ തന്നെ പ്രവാചകൻ്റെ തന്നെ ജീവിത കാലഘട്ടത്തിൻ്റെ അവസാനത്തിലാണ് ഇബ്രാഹിം എന്ന മകൻ ജനിക്കുന്നത്. ആ മകനും ഒരു 17-18 മാസം അതിനുള്ളിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. പെൺമക്കളിൽ നിന്ന് 4 മക്കൾ: സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ. ഏറ്റവും ഇളയത്, പ്രായം കൊണ്ട് ഇളയത്, ഏറ്റവും അവസാനത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഇവരൊക്കെയും ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സൈനബ് റളിയല്ലാഹു അൻഹയാണ് ഒന്നാമത്തെ മകൾ. ഈ പെൺമക്കളുടെ ജീവിതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൺമക്കളുടെ ജീവിതം അവർ കുറച്ച് വളർന്ന് വലുതായി അവരുടെ ജീവിതത്തിൽ വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്നതുവരെ അവർ ജീവിച്ചിരുന്നിട്ടില്ല. പക്ഷേ പെൺമക്കൾ ജീവിച്ചിരുന്നു. പെൺമക്കളെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിവാഹം കഴിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്കൊക്കെയും നല്ല പേരുകൾ തിരഞ്ഞെടുത്തു. ജാഹിലിയ കാലത്താണെങ്കിൽ പോലും, പിന്നെ അതിന് ശേഷമാണെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളുടെ വിഷയത്തിൽ മക്കൾക്ക് നല്ല പേരിടുക എന്നത് ഉപ്പയുടെ ബാധ്യതയാണ് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വഹീഹായി ചേർത്തുദ്ധരിക്കപ്പെട്ടില്ലെങ്കിലും അല്ലാത്ത രൂപത്തിൽ താബിഈങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെയും അതുപോലെ തന്നെ സ്വഹാബിമാരുടെയും അവരൊക്കെ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കാണാം. മക്കൾക്ക് നല്ല പേരിടുക എന്നത് ഒരു മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഉപ്പയ്ക്ക് മകളോടുള്ള കടമകളിൽപ്പെട്ടതാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും തരത്തിലുള്ള വൈരൂപ്യം അല്ലെങ്കിൽ മോശപ്പെട്ട അർത്ഥങ്ങൾ വരുന്ന പേരുകൾ അത് കാണുമ്പോൾ മാറ്റുമായിരുന്നു എന്നും നമ്മൾ ചരിത്രത്തിൽ അറിഞ്ഞതാണ്. അപ്പോൾ നല്ല പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. മറ്റൊന്ന്, ഈ പെൺമക്കളൊക്കെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിച്ചത് ഏറ്റവും നല്ല, മക്കയിൽ തന്നെ ജാഹിലിയ കാലത്ത് പോലും നന്മയിൽ അറിയപ്പെട്ട ആളുകളെ ആണ് തൻ്റെ മരുമക്കളായി തിരഞ്ഞെടുത്തത് എന്നതാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറയുമ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിപ്പിച്ചത് അബുൽ ആസ് ബിനുർ റബീഅനാണ്. അബുൽ ആസിനെ കുറിച്ച് നമ്മൾ സീറയുടെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും പിന്നെയും ഒക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചിരുന്നു. അബുൽ ആസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം സഹോദരി ഹാലയുടെ മകനാണ് അബുൽ ആസ്. അതുമാത്രമല്ല, മക്കയിൽ കച്ചവടം കൊണ്ടും വിശ്വസ്തത കൊണ്ടും അറിയപ്പെട്ടയാളാണ് അബുൽ ആസ്. അപ്പോൾ ജാഹിലിയ കാലത്ത് തന്നെ മക്കയിൽ എണ്ണപ്പെടുന്ന ഒരു മനുഷ്യനായ അബുൽ ആസിനെയാണ് ഒന്നാമത്തെ മകൾ സൈനബിന് റളിയല്ലാഹു അൻഹ ഭർത്താവായി, മരുമകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ റുഖിയ, ഉമ്മു കുൽസൂം, ഇവരെ ആദ്യകാലത്ത് അബൂലഹബിൻ്റെ 2 മക്കൾ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചിരുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ റുഖിയ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയ, ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ പോകുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ബദർ യുദ്ധം നടക്കുമ്പോൾ പ്രവാചകൻ്റെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹയുടെ രോഗം കാരണമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോകാൻ കഴിയാതിരുന്നത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് പിന്നെ റുഖിയ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ടാണ് 2 പ്രകാശത്തിൻ്റെ ഉടമ ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വിളിപ്പേര് സിദ്ധിക്കാനുള്ള കാരണം. അവസാനത്തെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നമുക്കെല്ലാവർക്കും അറിയാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാചകൻ്റെ കൂടെ വളർന്ന് പ്രവാചക ഭവനത്തിൽ വളരാൻ ഭാഗ്യം ലഭിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ തർബിയത്ത് കൊടുത്ത് വളർത്തിയെടുത്ത, ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യത്തെ ചെറിയ കുട്ടി ആയ അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്
ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിപ്പിക്കുകയുണ്ടായി. ഇവരിൽ പലരും നമ്മൾ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നല്ല പേരുകൾ തിരഞ്ഞെടുത്തു എന്നത് പറഞ്ഞു. അത് മക്കളുള്ള ബാധ്യതകളിൽ ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, സ്വഹാബിമാർ അവർക്കിടയിൽ പറയപ്പെടാറുണ്ടായിരുന്നൊരു വാചകം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ദുർബലമായ റിപ്പോർട്ടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അതായത് ഹഖുൽ വലദി അലാ വാലിദിഹി അൻ യുഹ്സിന ഇസ്മഹു, ഒരു മകന് ഉപ്പയിൽ നിന്ന് ലഭിക്കേണ്ട, ഒരു മകൾക്ക് ഉപ്പയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽപ്പെട്ടതാണ് നല്ല പേര് ഉപ്പ ആ മകന് അല്ലെങ്കിൽ മകൾക്ക് ഇടുക എന്നത്. അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നത്, അവൻ്റെ തർബീയത്തിൽ അതുപോലെ തന്നെ അദബിൽ ശ്രദ്ധിക്കുക എന്നത്, ഇതൊക്കെ മക്കൾക്ക് മാതാപിതാക്കളോട് അങ്ങോട്ട് കടമകൾ ഉള്ളതുപോലെ തിരിച്ച് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളിൽപ്പെട്ടതാണ് എന്ന് സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ പേരുകളിടാൻ ശ്രമിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയായിരുന്നു. ഉദാഹരണത്തിന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, ഇബ്രാഹിം എന്ന മകനുണ്ടായി, ഒരു രാത്രി മകൻ ജനിക്കുന്നു, പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുമ്പോൾ തന്നെ ആ മകൻ്റെ പേര് പ്രഖ്യാപിച്ചു എന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഉലിദലി അല്ലൈലത്ത ഗുലാമുൻ, എനിക്ക് ഇന്നലെ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു മകനുണ്ടായി, ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പയുടെ അഥവാ ഏറ്റവും പഴക്കമുള്ള പ്രപിതാമഹനായ ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ എൻ്റെ മകന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ ആൺമക്കളൊക്കെ പെട്ടെന്ന് മരിച്ചുപോയി, പെൺമക്കൾ കൂടുതൽ കാലം ജീവിച്ചു. പെൺമക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഫദ്ലുകൾ, ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പെൺമക്കളെ വളർത്തുന്ന ആളുകൾക്കുള്ള പ്രതിഫലം വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ജാഹിലിയ കാലത്തൊരു മനുഷ്യന് മകളാണ് ജനിക്കുന്നത് എന്നറിഞ്ഞാൽ, അത് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ടാൽ, ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, കറുത്തിരണ്ട് ആകെ വെറുപ്പുളവാക്കുന്ന മുഖവുമായി അവൻ തിരിഞ്ഞു കളയും. അഥവാ അത്രത്തോളം പെൺമക്കളെ ഒരു അപശകുനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളെ വളർത്തുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെടുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മൻ ഉബ്തുലിയ ബിൽ ബനാത്തി ബിഷൈ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് വീട്ടിലുണ്ടായൊരു സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴാണ് ഈ ഹദീസ് പറയുന്നത്. അഥവാ ഒരു സ്ത്രീ രണ്ട് പെൺമക്കളുമായി വരികയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈത്തപ്പഴം എടുത്ത് കൊടുത്തപ്പോൾ അത് രണ്ടായി പകുത്തി രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു. ആ ഉമ്മ സ്വന്തം ഒന്നും കഴിക്കാൻ ഇല്ല, ആകെ കിട്ടിയത് അതായിരുന്നു, അത് രണ്ടായി പകുത്തി രണ്ട് പെൺമക്കൾക്ക് കൊടുത്തു. അപ്പോൾ ഈ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആരെങ്കിലും മൻ ഉബ്തുലിയ ബിൽ ബനാത്തി ബിഷൈ, പെൺമക്കളുടെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടാൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, പെൺമക്കളെ വളർത്തി വലുതാക്കുന്നതിൽ, അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടായി, എന്നിട്ടും ആ പരീക്ഷണങ്ങൾ മനസ്സിലാക്കുകയും അത് സഹിക്കുകയും ഫഅഹ്സന ഇലൈഹിന്ന, ആ പെൺമക്കളെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കുകയും നല്ല നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ, കുന്ന ലഹു സിത്റം മിനന്നാർ, നാളെ നരകത്തിൽ നിന്ന് ആ പിതാവിന് അല്ലെങ്കിൽ ആ മാതാവിന് പെൺമക്കൾ ഒരു മറയായിരിക്കും, ഒരു സിത്റായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ഇപ്പോൾ ഇന്ന് പോലും സമൂഹത്തിൽ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ഒരു ദുശ്ശകുനമായി പെൺമക്കൾ ഉണ്ടാകുന്നത് കാണുകയും ചെയ്യുന്ന ആളുകളും മതങ്ങളും സമൂഹങ്ങളും ഒക്കെയുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇത് മൊത്തത്തിലുള്ള കൽപ്പനകളാണ്, സ്വഹാബിമാരോട് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകളാണ്. അതൊക്കെ പറയുകയും അതൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പെൺമക്കളെ ആണ് വളർത്തേണ്ടി വന്നത്. ഏറ്റവും കൂടുതൽ ആൺമക്കൾ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളും ഈ പറഞ്ഞ പെൺമക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നന്നായി സൂക്ഷിക്കും എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്രവാചക ജീവിതത്തിൽ പ്രവാചകൻ്റെ മക്കളോടുള്ള പെരുമാറ്റം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ പെൺമക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്.
അവരുടെ ജീവിതത്തിലുണ്ടായ വിവാഹം, അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രവാചകൻ്റെ മക്കളോടുള്ള ഇടപെടലുകൾ എന്ന അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞ അബുൽ ആസ് ഇബ്നു റബിയ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. അബുൽ ആസ് ഇബ്നു റബിയ എന്ന മനുഷ്യനെ മുശ്രിക്കായിരുന്ന സമയത്ത് പോലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ കാര്യമായിരുന്നു. ഒന്നാമത്തെ മകളുടെ മരുമകനാണ്, പ്രവാചകൻ തിരഞ്ഞെടുത്ത ഒരാളാണല്ലോ. അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന ആ സംഭവമൊക്കെ നമ്മൾ മുമ്പ് ഉദ്ധരിച്ചിരുന്നു. ബദർ യുദ്ധത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ ഹിജറ വരുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വരുമ്പോൾ മകളെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ ഹിജറ വന്നു 2 വർഷത്തോളം ആകുമ്പോഴും സ്വന്തം മകൾ സൈനബും അതുപോലെ തന്നെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഉം മക്കയിൽ തന്നെയാണുള്ളത്. അബുൽ ആസ് അപ്പോഴും മുശ്രിക്കാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള മകൾ മുസ്ലിമാണ്. ബദറിൽ വന്നു, അബുൽ ആസ് വന്നു, യുദ്ധം ചെയ്തു, ബന്ദിയായി പിടിക്കപ്പെട്ടു. മോചനദ്രവ്യമായി മക്കയിലുള്ള ആളുകൾ അവരുടെ ആളുകളൊക്കെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി ഓരോ സമ്പത്ത്, ആഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ ഇതൊക്കെ കൊടുത്തയക്കുമ്പോഴാണ് അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ മോചനദ്രവ്യമായ സമ്പത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹ സമയത്ത് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് മകൾക്ക് കൊടുത്ത മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. ആ മാല കണ്ടപ്പോൾ ഹദീസിൽ നമുക്ക് കാണാം, റഖലഹ റിഖത്തൻ ഷദീദ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വളരെ ആർദ്രമായിപ്പോയി. ആ മാല, ആ ആഭരണം, ഖദീജ റളിയല്ലാഹു അൻഹ ഓർമ്മ, മകളുടെ ഓർമ്മ ഒക്കെ വന്നു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയുന്നത്, ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹ അസീറഹ, എൻ്റെ മകൾ സൈനബിനും നിങ്ങൾ അവളുടെ ആ ബന്ധി അഥവാ ഭർത്താവിനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ വെറുതെ വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. വ തറുദ്ദു അലൈഹ അല്ലദീ ലഹ, എന്താണോ അവർ കൊടുത്തയച്ച മോചനദ്രവ്യം അത് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. സ്വഹാബിമാർക്ക് അപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരു വെട്ടൊന്ന് മുറി 2 എന്ന കൽപ്പന ആയിട്ട് പോലും പറഞ്ഞില്ല എന്നതാണ്. സ്വഹാബിമാർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ആഗ്രഹത്തിനും അതെന്തായിരുന്നാലും സ്വഹാബിമാർ ഒരിക്കലും എതിരി നിൽക്കുകയില്ല. അങ്ങനെയാണ് അബുൽ ആസ് വിട്ടയക്കപ്പെടുന്നത്. അബുൽ ആസ് വിട്ടയക്കപ്പെടുമ്പോൾ അബുൽ ആസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച നിബന്ധന, മക്കയിലെത്തിക്കഴിഞ്ഞാൽ സ്വന്തം മകൾ സൈനബിനെ മദീനയിലേക്ക് കയറ്റി വിടണം എന്നതായിരുന്നു. അവിടെ നിർത്താൻ പാടില്ല എന്നതായിരുന്നു. അങ്ങനെ അബുൽ ആസ് സമ്മതിച്ചു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഖുറൈശികളുടെ മുമ്പിലൂടെ കൊണ്ടുപോകാൻ നേരത്തെ പ്രശ്നങ്ങളുണ്ടായി, ഒക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ അതുപോലെ മറ്റൊരു അൻസാരിയെയും സ്വഹാബിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പറഞ്ഞയച്ചു. നിങ്ങൾ യജൂജ് എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ, അവിടെ മക്കക്കടുത്തുള്ള താഴ്വരയിൽ നിങ്ങൾ നിൽക്കണം. സൈനബ് അതിലൂടെ കടന്നു പോകുന്നത് കണ്ടാൽ സുരക്ഷിതമായി ഇവിടെ എത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ മുശ്രിക്കായിരുന്ന അബുൽ ആസ് അത് പാലിച്ചു എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് തന്നെ അത് പല സന്ദർഭങ്ങളിൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നീട് അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ ഒരു സമയത്ത്, ഒരു പ്രശ്നമുണ്ടായ സമയത്ത് മരുമകനായ അബുൽ ആസ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായി, അബുൽ ആസിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്നത്, ഹദ്ദസനി ഫസദഖനി, എന്നോടൊരു കാര്യം പറഞ്ഞു അബുൽ ആസ് മരുമകൻ, പക്ഷേ അവൻ എന്ത് ചെയ്തു? അത് പാലിച്ചു. അവൻ സത്യസന്ധനായിരുന്നു. വവാദനി ഫവഫാലി, എന്നോടൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു, ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അത് ചെയ്യുകയും അത് വാഗ്ദാനം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ്. പിന്നീട് ഈ വലിയ അബുൽ ആസ് പിന്നീട് മുസ്ലിം ആവുകയും പിന്നീട് വീണ്ടും പിടിക്കപ്പെടുകയും മക്കക്കാരുടെ എല്ലാ ബാധ്യതകളും തീർത്തിട്ട് ഈ സമ്പത്ത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തപ്പോൾ അത് പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് പിന്നെ മക്കയിലെത്തി ആ സമ്പത്ത് മുഴുവൻ, മക്കക്കാരുടെ ആ സമ്പത്ത് മുഴുവൻ ബാധ്യതകളും ഒക്കെ വീട്ടി, അവർ കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചതൊക്കെ വീട്ടി പിന്നെ മുസ്ലിമായി തിരിച്ചു വരുന്ന അബുൽ ആസിനെ, വർഷങ്ങൾക്ക് ശേഷം മദീനയിലെത്തുന്ന അബുൽ ആസിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത അബുൽ ആസ് എന്ന മനുഷ്യൻ, ആ പ്രവാചകൻ്റെ മകളോടുള്ള ആ പരിഗണനയും ആളുകളെ, മരുമക്കളെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സൂക്ഷ്മതയും ഒക്കെയായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. മക്കളോടുള്ള വിവാഹത്തിൻ്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് പെൺമക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഇസ്ലാമിൻ്റെ അധ്യാപനവും, അത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ
അനുവാദം ചോദിക്കാതെ വിവാഹം നടത്താൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വന്തം പെൺമക്കളുടെ വിഷയത്തിൽ നമുക്കത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹം അന്വേഷിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സ്വന്തം മകളോട് ചെന്ന് പറയും, ഇന്ന അലിയൻ ഖദ് ദക്കറക്കി, ഫാത്തിമ, അലി നിന്നെ വിവാഹം ആലോചിക്കുന്നുണ്ട്, നിനക്ക് സമ്മതമാണോ? ഇപ്പോൾ മൗനമായിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മൗനം സമ്മതം എന്നുള്ള ആ ഒരു തത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതമായി മനസ്സിലാക്കി. ഒരു ഉപ്പയ്ക്ക് മകളുടെ സമ്മതവും വിസമ്മതവും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയവുമായി പറഞ്ഞത് കാണാം, ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅമർ. ഒരു തവണ വിവാഹിതയായി പിന്നെ വിവാഹമോചിതയായി വിധവയായ ഒരു സ്ത്രീ, അവരെന്തായാലും അവരുടെ പൂർണ്ണമായി അവരോട് ചോദിച്ച് അവരുടെ അനുവാദത്തോടു കൂടിയാണ് വിവാഹം പിന്നീട് ആലോചിക്കുകയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. വലാ തുൻകഹുൽ ബിക്രു ഹത്താ തുസ്തഅദൻ. ഒരു കന്യകയാണെങ്കിലും ശരി, അനുവാദം ചോദിക്കപ്പെട്ടാലല്ലാതെ ലാ തുൻകഹുൽ ബിക്ർ, ഒരു കന്യകയും വിവാഹം കഴിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. അപ്പോൾ സ്വഹാബിമാർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വകൈഫ ഇദ്നുഹ, എങ്ങനെ കന്യകകളായ സ്ത്രീകൾ അവർ അനുവാദം തരുന്നവർ പക്ഷെ കൂടുതൽ സംസാരിക്കില്ല, കല്യാണം കഴിക്കാൻ വരുന്ന പുരുഷനെക്കുറിച്ച് കൂടുതൽ ഉപ്പയോട് പിന്നെ വിശദീകരിച്ച് പറയാനോ ആ ഒരു തീരുമാനം വാക്കാൽ ഉച്ചത്തിൽ പറയാനോ ഒന്നും ചിലപ്പോൾ കഴിയില്ല, പെൺകുട്ടികളായിരിക്കും ആ ഒരു പ്രായത്തിൽ. അപ്പോൾ എങ്ങനെ അവരുടെ സമ്മതത്തെ മനസ്സിലാക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തസ്കുത്ത്, ചോദിക്കുമ്പോൾ മൗനം എന്നത് തന്നെ സമ്മതമായി നമുക്ക് പരിഗണിക്കാം. കാണുമ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ ഒരു ഉപ്പയ്ക്ക് മകളോടുള്ള ആ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സ്വന്തം മക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം നടത്തുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന കുറേ കാര്യങ്ങൾ. മൊത്തത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിനും പദവിക്കും യോജിച്ച ഏത് കാര്യവും അത് സ്വന്തം മക്കളുടെ ജീവിതത്തിലും കാണണം എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ പ്രവാചക കുടുംബത്തിന് മാത്രം സ്വതക്ക, സക്കാത്ത് പോലുള്ള നിഷിദ്ധമാണ്. എന്നാൽ അതിനേക്കാളും അപ്പുറത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ എന്ന നിലയിൽ കുറച്ചുകൂടി സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ കാണിക്കേണ്ട ഏരിയകളുണ്ടാവും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ അതിനേക്കാൾ അപ്പുറത്ത് ആ ഒരു ശ്രദ്ധ സ്വന്തം പെൺമക്കളുടെ വീട്ടിലും അവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഉദാഹരണമായി വിവാഹ സമയത്തെ മഹർ എപ്പോഴും വിവാഹങ്ങളിൽ ലളിതമായിരിക്കുക എന്നതാണ് കൂടുതൽ നല്ലത് എന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി എന്തെങ്കിലും മഹർ കൊടുക്കണം, ആതിഹ ഷൈഅൻ, എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹും റസൂലിൻ്റെ വീട്ടിൽ വളർന്നു വന്ന ആളാണ്, എല്ലാം പ്രവാചകൻ ചെറുപ്പത്തിലേ നോക്കി നടത്തിയിരുന്ന ആളാണ്. അലിയിൻ്റെ കയ്യിൽ എന്തുണ്ടാകും എന്ന് അല്ലാഹുവിൻ്റെ റസൂലിന് അറിയാം. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ആതിഹ ഷൈഅൻ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, മഹറായി ഒരു സംഗതി വേണമല്ലോ, അത് വലുത് വേണമെന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഇൻദി മിൻ ഷൈ, എൻ്റെ അടുത്ത് ഒന്നുമില്ല കൊടുക്കാനായി. ഒരു മഹർ കൊടുക്കുക എന്ന നിലയിൽ അന്നത്തെ നാട്ടു നടപ്പനുസരിച്ചൊരു മഹർ എന്ന് പറയുന്ന എന്തെങ്കിലും വലിയ സമ്പത്ത്, സ്വർണ്ണ നാണയങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൈന ദിർഉക്കൽ ഹുതമിയ്യ, ഹുതമിയ്യ എന്ന് പേരുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു ഒരു പടയങ്കി ഉണ്ട് അലി റളിയല്ലാഹു അൻഹു, അതെവിടെ പോയി? അതെൻ്റെ അടുത്തുണ്ട്, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പടയങ്കി. എങ്കിൽ ഫഅതിഹ ഇയ്യാഹു, അത് മഹറായി കൊടുത്ത് വിവാഹത്തിന് അത് മഹറായി നിശ്ചയിക്കാം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അപ്പോൾ ഒരു പടയങ്കി എന്നത് അന്നത്തെ കാലത്ത് പോലും ആ ഒരു പടയങ്കി, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പടയങ്കി, അത് അത്ര വലിയ മൂല്യമുള്ളൊരു സംഗതിയൊന്നുമില്ല, ഒരു മഹറായി ഒരു വിവാഹ മൂല്യമായി കൊടുക്കുന്ന ഒരു സംഗതി അല്ല. പക്ഷെ അത് ആണെങ്കിൽ പോലും അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, മഹർ അത്രയേറെ വലുതായാലാണ് ഒരു സ്ത്രീയുടെ മഹത്വം അല്ലെങ്കിൽ ഒരു വിവാഹം അത്രയേറെ ശുഭകരമാവുക എന്നുള്ളൊരു വിശ്വാസവും എന്നുള്ളൊരു കാര്യമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കുകയും സ്വന്തം മക്കളുടെ കാര്യത്തിൽ, പെൺമക്കളുടെ കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നതാണ്. അതുമാത്രമല്ല, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരുപാട് മാതൃകകൾ നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ മഹറിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ കൂടെ തന്നെ വളർന്നു വന്ന ഒരാളായതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പ്രവാചകന് അറിയാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ എന്തുണ്ട്, അലി റളിയല്ലാഹു അൻഹു എന്താണ്, സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ ഒക്കെ അറിയാം.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ മഹറിൻ്റെ വിഷയം, വലീമയുടെ വിഷയം, വീട്ടിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൂടെ പറഞ്ഞു വിടുമ്പോൾ, വിവാഹം കഴിഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ സാധനങ്ങൾ കൂടി കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. ഒരു സ്ത്രീധനം എന്ന നിലക്കല്ലത്. ഈ ഹദീസിനൊക്കെ വിശദീകരിക്കുമ്പോൾ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം. വിവാഹ സമയത്ത് ചെറുപ്പകാലങ്ങളിലുള്ള ആളുകളെ, ചെറുപ്പക്കാരികൾ ആ സമയത്ത് അവരുടെ സാമ്പത്തിക നിലവാരവും ഒരു വളരെ നല്ലൊരു സെറ്റിൽഡായ ഒരു ജീവിതാവസ്ഥയിലായിരിക്കില്ല ഏതൊരാളും വിവാഹം കഴിക്കുന്നത്, ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ അവരെ എത്രയേറെ ശ്രദ്ധിക്കണം എന്നും അവരുടെ കടമ എത്രത്തോളം ഉണ്ട് എന്നും പഠിപ്പിക്കുന്നതുമായ ഹദീസിൽ ആയിട്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാസമാഹ ബി ഖമീലത്തിൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കണം സ്വഹീഹായ ഹദീസ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സാധനങ്ങൾ കൊടുത്തയച്ചിരുന്നു. ഒരു പുതപ്പ്, വിസാദത്തും മിൻ അദം, ഒരു തോൽ കൊണ്ട് നിർമ്മിച്ച, ഉള്ളിൽ ഈത്തപ്പനയുടെ നാരും അതൊക്കെ ഇലയുമൊക്കെ നിറച്ച് അന്നത്തെ ഒരു തലയിണ കൊടുത്തയച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു ഉരകല്ല്, ആസുകല്ല് എന്ന് പറയുന്ന മാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന കല്ല്, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം, കുടം പോലത്തെ 2 പാത്രങ്ങൾ, ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഫാത്തിമ റളിയല്ലാഹുവിനോടൊപ്പം ആ വീട്ടിലേക്ക് കൊടുത്തയച്ച സാധനങ്ങളിൽ പെടുന്നു എന്ന് സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു സ്ത്രീധനം എന്ന നിലക്കായിരുന്നില്ല ഒരിക്കലും. നേരെ മറിച്ച് അത് ആരായിരുന്നാലും ഈ വിവാഹ സമയത്ത് മാതാപിതാക്കൾ ഒരു പുതുതായി ഒരു വീട്ടിലേക്ക് മാറുമ്പോൾ അവരുടെ ആ സമയത്ത് ഒരു ചെറുപ്രായക്കാർ എന്നുള്ള നിലയിൽ മുതിർന്നവരായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടുത്തി പണ്ഡിതന്മാർ അതിനെ എണ്ണുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഈ ഹദീസുമായും അല്ലാത്ത വേറെ പല ഹദീസുകളുമായി ചേർത്ത് വലീമയുമായി ബന്ധപ്പെട്ട ഹദീസിന് വരുന്നുണ്ട്. ഇതുമായി ഒക്കെ ബന്ധപ്പെടുത്തി അത് ചോദിക്കുന്നതും അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും, സ്വന്തം മക്കളാണെങ്കിലും മരുമകനാണെങ്കിൽ പോലും അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നതും അത് ചോദിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതായി ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിൻ്റെ ചിലവുകൾ മൊത്തം, ചിലപ്പോൾ ആളുകൾ പറയാറുള്ളത് എല്ലാം പുതിയാപ്പള തന്നെ എടുക്കണം എന്ന വാശി പാടില്ല. എല്ലാം ആ ഒരു സമയത്ത് ശമ്പളമൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി ജീവിതം ഇങ്ങനെ കരുപ്പിടിപ്പിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് കുല്ലു ഷൈഇൻ അല സൗജ്, എല്ലാം ഭർത്താവിൻ്റെ മേലുള്ള ബാധ്യതയാണ്. അഥവാ എല്ലാ കാര്യങ്ങളും അവൻ്റെ തലയിലിട്ട് ബാക്കിയുള്ളവർ, മുതിർന്നവർ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ശ്രദ്ധിച്ചു. ആ വീട്ടിലുള്ള പാത്രങ്ങൾ പ്രവാചകൻ അറിയാം. അലി റളിയല്ലാഹു അൻഹു ഒരു പുതിയ വീട്ടിലേക്ക് മാറി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് ശ്രദ്ധിച്ചു എന്നത് ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നായി പണ്ഡിതന്മാർ എണ്ണുന്നത് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വലീമയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ ബുദ്ദ ലിൽ ഉർസി മിൻ വലീമ, ഒരു വിവാഹം നടന്നാൽ, ഒരു കല്യാണം നടന്നാൽ, നിക്കാഹ് നടന്നാൽ അതിന് എന്തായാലും വലീമ നിർബന്ധമാണ്, വലീമ വേണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയുമായി ഒന്നിച്ച് താമസിച്ചതിന് ശേഷം പിന്നെ വലീമ കൊടുക്കാറുണ്ടായിരുന്നു, സൽക്കാരം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അലി റളിയല്ലാഹുവിൻ്റെ വലീമയിൽ ഒരുപാട് സ്വഹാബിമാർ അന്ന് സഹായിച്ചത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു, ഞാനൊരു ഒരു മുട്ടനാടിനെ എൻ്റെ വക ഞാൻ തരാം എന്ന് പറഞ്ഞത്, ഓരോ സ്വഹാബിമാർ പല കാര്യങ്ങൾ സംഭാവന ചെയ്ത് സഹായിച്ചത് ഒക്കെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഏറ്റവും വലിയ ഔദാര്യം എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു എന്നത് തന്നെ ഏറ്റവും വലിയ ഔദാര്യമായി കണ്ടു മാറി നിൽക്കാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ വിഷയത്തിലും അതുപോലെ തന്നെ മറ്റു പല സ്വഹാബിമാരുടെ വിഷയത്തിലും അല്ലാഹു റസൂൽ അങ്ങനെ ആയിരുന്നില്ല എന്നതാണ്. മക്കളല്ലാത്ത ജാബിർ റളിയല്ലാഹുവിൻ്റെ വിവാഹ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യമെടുക്കുന്നതും ജാബിറെ വിവാഹം കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നതും, പിന്നീട് വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഉപ്പയുടെ കടം വീട്ടി, അതുപോലെ തന്നെ ഉപ്പ മരിച്ചപ്പോൾ ഷഹീദായപ്പോൾ പിന്നെ കുറേ പെങ്ങന്മാരെയും ഒക്കെ ബാധ്യതയിൽ ഏൽപ്പിച്ച് പോയപ്പോൾ അതിനുവേണ്ടി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം ജാബിർ റളിയല്ലാഹുവിനെ സഹായിക്കാൻ വേണ്ടി പിന്നെ ജാബിറെ നിൻ്റെ ഒട്ടകം എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നതും, അതെ ഇത്ര വിലക്ക് തരാം, പിന്നെ വില കൂട്ടിപ്പറഞ്ഞ് ജാബിർ റളിയല്ലാഹുവിൻ്റെ അവസാനം ആ വിലയും ഒട്ടകത്തെ വാങ്ങാതെ ഒട്ടകത്തെയും തിരിച്ചു കൊടുക്കുന്നതും, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ ആളുകളെ എന്തുമാത്രം പരിഗണിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയിരുന്ന
കുറേ പ്രാക്ടിക്കലായ കുറേ ചരിത്ര സന്ദർഭങ്ങളാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മക്കളുടെ തർബീയത്തിൻ്റെ വിഷയത്തിൽ അവരെത്ര മുതിർന്നാലും അള്ളാഹു റസൂലിൻ്റെ പെൺമക്കളുടെ വിഷയത്തിലൊക്കെ ഒരുപാട് ഹദീസുകൾ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. കാരണം ഇവരൊക്കെയും ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരുപക്ഷെ മക്കയിലാണ് അവർ ജനിക്കുന്നത്, നുബുവത്തിൻ്റെ തുടക്ക കാലഘട്ടം അല്ലെങ്കിൽ അതിന് മുമ്പാണ് ഇവർ ജനിക്കുന്നത്. അപ്പോൾ അന്ന് ആ ചെറുപ്പത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട തർബീയത്തിൻ്റെ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് കൂടുതലും കാണാൻ കഴിയുന്നത് പേരക്കുട്ടികളുടെ വിഷയത്തിലാണ്. പേരക്കുട്ടികൾ എന്നത് വേറൊരു അധ്യായമാണ്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. മക്കളുടെ വിഷയത്തിൽ ചെറുപ്പത്തിലുള്ള തർബീയത്ത് അധികം കാണാൻ കഴിയില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകനായി ഈ പറഞ്ഞ പ്രബോധനമൊക്കെ തുടങ്ങി കുറേയേറെ എത്തിയപ്പോഴേക്കും മക്കൾക്ക് വലുതായിരുന്നു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും വേണ്ടി റസൂലുള്ളാഹി അന്ന് രാത്രി ആദ്യ രാത്രി ആ ദിവസം വിവാഹം കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വബാരിക് ലഹുമാ ഫീ ബിനാഇഹിമ, അല്ലാഹുവേ അവരിരുവരിലും നീ ബറക്കത്ത് ചൊരിയണമേ, അവരുടെ ദാമ്പത്യ ജീവിതത്തിലും നീ ബറക്കത്ത് ചൊരിയണമേ എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്വഹാബിമാർക്കൊക്കെയും ഇപ്പം നമ്മൾ സാധാരണ നമുക്കൊക്കെ പരിചിതമായ ബാറക അല്ലാഹു ലക്കുമ എന്നുള്ള ആ പ്രാർത്ഥന, അത് ഇപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പോലെയുള്ള മറ്റ് മുതിർന്ന സ്വഹാബിമാർ തൻ്റെ ആ സമയത്ത് മുഹാജിറുകളായ ഹിജറ ചെയ്ത് മദീനയിലെത്തി പിന്നെ ആ സമയത്ത് വിവാഹം ചെയ്ത ആളുകളുടെയൊക്കെ വിവാഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളോടുള്ള കരുതൽ, സ്നേഹം ഇതിനൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. റുഖിയ റളിയല്ലാഹു അൻഹയുടെ മരണം, അവരുടെ രോഗം അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ബദർ യുദ്ധത്തിൽ പ്രവാചകൻ ബദർ യുദ്ധത്തിനായി പോകുമ്പോൾ സ്വന്തം മകൾ റുഖിയ റളിയല്ലാഹു അൻഹ രോഗിണിയാണ്, അവർ മദീനയിലാണ്. അപ്പോൾ ഉസ്മാൻ എന്ന തൻ്റെ മരുമകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ബദറിൽ വരേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മദീനയിൽ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അത് കാരണം ചില ആളുകളൊക്കെ ചരിത്രത്തിൽ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കലാപകാരികളാൽ കൊലപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ, അദ്ദേഹം ഷഹീദായിട്ടാണല്ലോ മരണപ്പെടുന്നത്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുറേ ആളുകൾ, ബോധപൂർവം കുറേ ആളുകൾ, ഷീഖറുടെയൊക്കെ ഒരു തുടക്കം, ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുറേ ആരോപണങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ഉസ്മാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ ഉസ്മാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ആളുകളിൽ നിന്ന് ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ആളുകളോട് പ്രതികരിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ മൂന്നാം ഖലീഫ ഉസ്മാനെക്കുറിച്ച് ബദറിൽ പങ്കെടുത്തില്ലല്ലോ, അത് മറ്റേതൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയരുത്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വന്തം മകൾ റുഖിയ അന്ന് ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടാണ് ഉസ്മാൻ അന്ന് മദീനയിൽ തന്നെ നിന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഇന്ന ലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മഹു, ഉസ്മാൻ നിനക്ക് ബദറിൽ സാക്ഷിയായ ആളുടെ കൂലിയുമുണ്ട്, അതുപോലെ തന്നെ ഭൗതികമായി ബദറിൽ നിന്ന് ഒരാൾക്ക് ലഭിക്കുന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ഓഹരി അതുമുണ്ട്. ഉസ്മാൻ തന്നെ അത് കൊടുത്തു എന്നതാണ്. അദ്ദേഹം ബദരിയായി എണ്ണപ്പെടുന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബദർ പങ്കെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹം ബദരീങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണ്. ബദരീങ്ങളുടെ ഓഹരിയായ യുദ്ധാർജിത മുതലിൽ നിന്നുള്ള ഓഹരി അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുകയും ചെയ്തു. അതിനുള്ള കാരണം ഈ പറഞ്ഞ റുഖിയ റളിയല്ലാഹു അൻഹയെ നോക്കാൻ വേണ്ടി അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവിടെ നിന്നു എന്നതാണ്. ബദറിൽ നിന്ന് മുസ്ലിങ്ങളൊക്കെ തിരിച്ചു വരുമ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടത് ഒരുപാട് റിപ്പോർട്ടുകൾ ഒന്നുമില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം. അതിലൊരുപാട് പാഠങ്ങൾ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ കണ്ടില്ല. ഫലം യജിദ് അലിയൻ ഫിൽ ബൈത്ത്. അപ്പോൾ ചോദിച്ചു, ഐന ഇബ്നു അമ്മിക്, നിൻ്റെ പിതൃവ്യപുത്രൻ അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബന്ധം കൂടിയുണ്ടല്ലോ, അബൂ താലിബിൻ്റെ മകനാണല്ലോ അലി, അലി എവിടെ പോയി എന്നാണ് ചോദ്യം. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ബൈനി വ ബൈനഹു ഷൈ, എനിക്കും
അലിക്കുമിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഫഹാദബിനി, അങ്ങനെ ദേഷ്യം വന്ന് അലി എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഫലം യക്കിൽ എന്തി, അങ്ങനെ സാധാരണ ഉച്ച ഉറങ്ങുന്ന കൈലൂല ഉറങ്ങുന്ന ആ സമയം അത് ഇന്ന് വീട്ടിലല്ല കിടന്നത്, എങ്ങോട്ടോ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നൊരു സ്വഹാബിയോട് പറഞ്ഞു, ഉൻദുർ ഐന ഹുവ, അലി എവിടെ പോയി നോക്കാൻ പറഞ്ഞു. അല്ലാഹു റസൂൽ വേറൊന്നും ചോദിച്ചില്ല, മകളോട് ചോദിച്ചില്ല, എന്താണ് പ്രശ്നം എന്നും ചോദിച്ചില്ല. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ ദാമ്പത്യ ജീവിതത്തിൽ ഈ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ മാതാപിതാക്കൾ ഇടപെടുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസ് കൂടിയാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് എന്താണ് പ്രശ്നമെന്നൊന്നും ചോദിച്ചില്ല. ചെറിയ എന്തോ പ്രശ്നമാണെന്ന് പ്രവാചകന് മനസ്സിലായത്, വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ആ സ്വഹാബി പോയി നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുന്നതും ഇങ്ങനെ നിലത്ത് കിടന്നുറങ്ങുന്ന അലി റളിയല്ലാഹു അൻഹു കണ്ടു. മണ്ണും പൊടിയുമൊക്കെ ശരീരത്തിൽ പറ്റി കിടക്കുന്നുണ്ട്. ശരീരത്തിലുള്ള ആ പുതപ്പ് വസ്ത്രം അത് ഉറക്കത്തിനിടയിൽ അവിടെ കിടക്കുന്നതിനിടയിൽ അത് ഊരിപ്പോയി, അത് താഴ്ന്നു പോയി, അവിടെ നേരെ ശരീരം മണലിൽ തട്ടി കിടക്കുന്നതിനാൽ മണലൊക്കെ പുരണ്ട് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണലൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിയിട്ട് ഖും യാ അബാ തുറാബ്, അല്ലയോ അബൂ തുറാബ്, എഴുന്നേൽക്കൂ എന്ന് വിളിക്കുന്നത്. അബൂ തുറാബ് എന്ന പേര് അലി റളിയല്ലാഹു അൻഹുവിന് വിളിപ്പേര് വരാനുള്ള കാരണം ഈ സംഭവമാണ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണൽ, മണ്ണ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അബൂ തുറാബ്, എഴുന്നേക്കൂ എഴുന്നേക്കൂ എന്ന് വിളിക്കുന്നത് കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി മാത്രമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ച ഒരുപാട് ആളുകൾ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങൾ, ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിനെ ഒരുപാട് നിലക്ക് വിശദീകരിച്ച് ഇതിൽ ഓരോ സംഭവങ്ങൾ പറയുന്നത് കാണാം. ഇപ്പോൾ പള്ളിയിൽ കിടന്നുറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ഹദീസ് എന്നുള്ളൊരു സംഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാര്യയോട് പിണങ്ങിയാൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി കിടന്നുറങ്ങാൻ പറ്റും, പള്ളിയിൽ അങ്ങനെ കിടന്നുറങ്ങുന്നത് തെറ്റല്ല. അങ്ങനെയുള്ള കുറേ ഇതുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെടാത്ത കുറേ അറിവുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കൈകാര്യം ചെയ്ത രീതിയെ പണ്ഡിതന്മാരെടുത്ത് പറയുന്നത് കാണാം. മുദാറത്തു അസ്സഹർ, മരുമകനെ കൈകാര്യം ചെയ്ത രീതി. മരുമകനും മകളും തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ അത് ചെറിയ എന്തോ പ്രശ്നമായിരുന്നു. ഈ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകാനുള്ള കാരണം തന്നെ ചില പണ്ഡിതന്മാർ, ഒന്ന് ഒരു സാധാരണ മനുഷ്യനൊരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകുന്ന ആ പിണക്കത്തിലുണ്ടാകുന്ന ദേഷ്യത്തിൽ വീട് വിട്ട് പോയി പള്ളിയിൽ പോയി കിടന്നു. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇനി ദേഷ്യം വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ എന്നുള്ള ഒരു വലിയൊരു ഒരു പദവി അവിടെ അലി റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മറ്റൊരു പെണ്ണിനോടോ സ്ത്രീയോടോ ഇടപെടുന്നതിൽ നിന്ന് അതുപോലെ ഇടപെടാൻ തടസ്സം അവിടെ നിൽക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് അത്രയേറെ ഇഷ്ടപ്പെട്ട സ്വന്തം മകൾ. അപ്പോൾ അതുകൊണ്ടാണ് രംഗം കൂടുതൽ വഷളാക്കണ്ട എന്ന് അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയത്. പിന്നെ മൊത്തത്തിൽ ഈ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇറങ്ങിപ്പോകലാണ് കൂടുതൽ നേരം അവിടെ നിൽക്കുന്നതിനേക്കാൾ ഇറങ്ങിപ്പോകലാണ് ആ സന്ദർഭവും കൂടുതൽ അവിടെ സാന്നിധ്യമുണ്ടായി പ്രശ്നം കൂടുതൽ വഷളാക്കുന്നതിനേക്കാൾ സ്വയം അവിടെ നിന്ന് പിൻവാങ്ങി ആ രംഗം ശാന്തമാക്കുന്നതാണ് നല്ലത് എന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോടോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടോ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്നുള്ളതാണ്. അത് ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ചില പ്രശ്നങ്ങൾ ചോദിക്കേണ്ടതുണ്ടാവും, ചില പ്രശ്നങ്ങൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ മുതിർന്ന ആളുകൾ അവിടെ ഇടപെട്ട് പിന്നെ അതൊരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം വലുതാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വഹാദ മിൻ ഹിക്മത്തി, അത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിക്മത്ത് അവിടെ ഉപയോഗിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മരുമക്കളുടെ വിഷയത്തിൽ സ്വന്തം മകളെ വേദനിപ്പിച്ചാണ് മരുമകൻ പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് ബന്ധം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മകളെക്കാൾ വലുതാവില്ലല്ലോ മരുമകൻ. പക്ഷെ മരുമക്കളെയും പരിഗണിക്കേണ്ടതിനെക്കുറിച്ചും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിനെ ഉദാഹരണമാക്കി അവരെ പരിഗണിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ദേഷ്യമൊക്കെ തണുക്കാൻ മാത്രം അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് ചെന്ന് എവിടെയാണ് കിടക്കുന്നതെന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്ന് എഴുന്നേൽപ്പിക്കുന്നതും ആ രംഗവും ഒക്കെ ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എത്ര വലിയ ആളുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യൻ്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ മാ തുബിഅ അലൈഹിൽ ബഷറു മിനൽ ഗദബ്, സാധാരണഗതിയിലൊരു മനുഷ്യപ്രകൃതിയിലുള്ള ദേഷ്യം പോലുള്ള സംഗതികളും പിണക്കങ്ങളും സ്വാഭാവികമാണ് എന്ന് പഠിപ്പിച്ചു തരുന്നൊരു ഹദീസ് കൂടിയാണിത് എന്ന് വിശദീകരിച്ച
പണ്ഡിതന്മാരെയും. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹു റസൂലിൻ്റെ മകളാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന അവരുടെ പദവിക്കോ സ്ഥാനത്തിനോ നിരക്കാത്തതാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. അതൊക്കെ സ്വാഭാവികമായി മനുഷ്യ ജീവിതത്തിൽ ദാമ്പത്യ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഇബ്നു ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നു എന്നത്, ഒരു പ്രായം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പിന്നെ ഒരു മരുമകനെ ഏൽപ്പിച്ച സമയമാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു സ്വഭാവമായിരുന്നില്ല, അങ്ങനെ ഒഴിവാക്കുന്ന സ്വഭാവമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ അത്രയും ഇഷ്ടമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീടും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരുടെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു, ആയിഷ റളിയല്ലാഹുവിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു വീടും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ സന്ദർശിക്കും, അങ്ങോട്ട് പോകും, ഫാത്തിമ റളിയല്ലാഹു ഇങ്ങോട്ട് വരും. അലി റളിയല്ലാഹു എപ്പോഴും പ്രവാചകൻ്റെ കൂടെയുള്ള ആളാണ്. ആ സമയത്തൊക്കെയുള്ള പെൺമക്കളുമായ ഇടപെടലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടത് ഉദ്ധരിക്കാൻ കഴിയുന്നത്. ചില ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് പ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വീടിന് തൊട്ട് ചേർന്ന വീടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വരാനും പോകാനും എളുപ്പമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു. ഒന്ന്, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും കൂടുതൽ ശാരീരിക പ്രകൃതിയിൽ സാമ്യതയുള്ള മകളായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രകൃതം, ആ ഒരു അച്ചടക്കം, ആ പ്രവാചകൻ്റെ ആ ശാരീരിക പ്രകൃതം, ഇതൊക്കെ ആ ഒരു നടത്തം, ഇരുത്തം, ഫി ഖിയാമിഹ വ ഖുഊദിഹ, ആ ഇരുത്തം, നടത്തം, ഇതൊക്കെയും മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലായിരുന്നു ഏറ്റവും കൂടുതൽ നിഴലിച്ച് കണ്ടിരുന്നത്. പ്രവാചകൻ്റെ നടത്തം പോലെ തന്നെയായിരുന്നു മകളുടെ നടത്തം. അല്ലാഹു റസൂലിൻ്റെ ആ ഒരു നടപടിക്രമങ്ങൾ, ചെല്ലി, ഇതൊക്കെ പോലെ തന്നെയാണ് മകളെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നാൽ, മക്കൾ വീട്ടിൽ വന്നാൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ എഴുന്നേറ്റ് പോയി സ്വീകരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. മുതിർന്ന മക്കളായിട്ടും അവരെ ചുംബിക്കുന്നത്, ഒരു മകളെ ചുംബിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. താനിരിക്കുന്ന സ്ഥലത്ത് മക്കളെ സ്വീകരിച്ചിരുത്തുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. തിരിച്ച് പ്രവാചകൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതുപോലെ തന്നെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് പരിഗണിക്കുന്നതും പിന്നെ ചുംബിക്കുന്നതും ഒക്കെ കാണാം. മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചങ്ങനെ പെരുമാറുന്നത്, വീട്ടിൽ വന്നാൽ അല്ലാഹു റസൂലിനെ ചുംബിക്കുന്നത്, അതുപോലെ തന്നെ തങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ, ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വരുന്ന അതിഥിയെയും ഇരുത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരിഗണനയാണല്ലോ ഒരാളുടെ വീട്ടിൽ. അപ്പോൾ അതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചു അല്ലാഹു റസൂൽ പിന്നെ മുത്തം കൊടുത്തത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ നമുക്ക് കാണാം. അത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഒരു മകളായാൽ പോലും ഒരു ആദരവും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി പിന്നെ കാണിച്ചത് എന്ന് ആ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേസമയം തന്നെ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലൊരു വിരി കണ്ടു, ഒരു കർട്ടൻ പോലെ ഉപയോഗിക്കുന്ന ഒരു സിത്തർ. ആ വിരി ഒരു വലിയ ഡിസൈനുകളുള്ള, കുറച്ച് വില കൂടിയ, ഒരു കളർഫുള്ളായ ഒരു വിരിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആഡംബരത്തെ സൂചിപ്പിക്കുന്ന ഒരു വിരി എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പിന്നെ വീട്ടിൽ കയറിയില്ല, ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയി സലാം പറഞ്ഞില്ല, അങ്ങോട്ട് ചെന്നില്ല, അവിടെ നിന്ന് തിരിച്ചു പോയി. പക്ഷേ ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആണ് സംഭവം, ആകെ വിഷമമായി, എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നില്ല, ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് തിരിച്ചുപോയി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ പിന്നെ തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ച മേന്മയും
താൻ എങ്ങനെ ലാളിത്യത്തോടു കൂടി ജീവിച്ചോ അത് മക്കളും അങ്ങനെ ആകണം എന്നുള്ളതിൽ നിഷ്കർഷ പുലർത്തിയതും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന സംഭവമാണ്. മ അനവദ്ദുന്യ വമ അനവർറക്കം, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെ ആ വിരിക്ക് മറ്റൊരു പ്രശ്നമൊന്നുമില്ല. ചില റിപ്പോർട്ടുകളിൽ ചില പണ്ഡിതന്മാർ അതിൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കാണാം. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ അതൊരു കളർഫുള്ളായ വിരി, ഒരു ലാളിത്യം നിറഞ്ഞൊരു വിരിയല്ല, നേരെ മറിച്ച് ഒരു വലിയ ആഡംബരം സൂചിപ്പിക്കുന്ന വരകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള അലങ്കാരങ്ങൾക്കുള്ള വിരി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം, ഞാനും ഈ പറഞ്ഞ ആ വിരിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. ഞാനിങ്ങനെ വന്നപ്പോൾ അത് ഞാനവിടെ കണ്ടു, ആ വിരി, ആ ഒരു കർട്ടൻ ഞാനവിടെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാതിരുന്നത്, തിരിച്ചു പോകുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ച് ഫാത്തിമയോട് ചെന്ന് പറഞ്ഞു, ഇതാണ് പ്രവാചകൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലെ ഈ കർട്ടൻ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തിരിച്ച് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ പറഞ്ഞു, ഫൽ തുർസിൽ ബിഹി ഇലാ ബനി ഫുലാൻ, അത് ഇന്ന വീട്ടുകാർക്ക് നിങ്ങൾ സ്വതക്ക കൊടുക്കണം. അഥവാ അഹ്ലി ബൈത്തിൻ ബിഹിം ഹാജ, കാരണം അവർക്ക് ആവശ്യമുള്ളവർ പാവപ്പെട്ടവരാണ്, അവർക്കൊരു വിരിയുടെ ആവശ്യമുണ്ട്, അതുപോലെ വാങ്ങാൻ കഴിയാത്ത ആളുകളാണ് അവർ. അപ്പോൾ ഹറാമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദാനം കൊടുക്കാൻ പ്രവാചകൻ പറയില്ലായിരുന്നു. നേരെ മറിച്ച് അനുവദനീയമായ ഒരു വിരി തന്നെയാണത്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കളുടെ പ്രത്യേകിച്ച് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിലത് വരുമ്പോൾ അതൊരു പ്രവാചകൻ്റെ മകളുടെ ഇതിന് യോജിച്ച് ആ ഒരു ലാളിത്യത്തിന് യോജിക്കുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനുള്ള കാരണം എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കളുടെ ജീവിതവുമൊക്കെ ആ നിലക്ക് ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ കുറച്ചുകൂടി സൂക്ഷ്മതയും ഈ രംഗത്ത് കുറച്ചുകൂടി ശ്രദ്ധയുമൊക്കെ വേണം എന്നർത്ഥം. അതുമാത്രമല്ല, ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ ഒരു നേരം പോലും ഭക്ഷണം കൃത്യമായി ലഭിക്കാതെ അഹ്ലു സുഫയിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സമയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് ഒരടിമ സ്ത്രീയെ ചോദിച്ചിട്ട്, ഒരു വേലക്കാരിയെ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നതിനുള്ള കാരണമായി ചില പണ്ഡിതന്മാർ പറയുന്നതും അതാണ്. കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നില്ല, വരുമ്പോൾ പിന്നെ കൊടുക്കാമായിരുന്നു, പിന്നെ സമ്പത്ത് ആ സമയത്തില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ കൊടുക്കാമായിരുന്നു. പക്ഷെ അല്ല, നേരെ മറിച്ച് അഹ്ലു സുഫയിൽപ്പെട്ട ആളുകൾ, മുഹാജിറുകളും അതുപോലെ തന്നെ പല സ്ഥലത്ത് നിന്ന് വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു പോലെയുള്ള പിൽക്കാലത്ത് വന്ന ആളുകളൊക്കെ അഹ്ലു സുഫയിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എന്തെങ്കിലും കിട്ടുന്നത് അത് പിന്നെ ഭക്ഷിക്കാൻ പ്രവാചകൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ പോലും മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകളുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദനീയമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കൾ അങ്ങനെ ജീവിക്കുന്നത് അത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി കണ്ടു എന്നതുകൊണ്ട് തന്നെയാണത്. ആ ഒരു സൂക്ഷ്മതയാണത്. നമുക്കൊക്കെ സുപരിചിതമായ ഹദീസ് നമ്മളൊക്കെ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും. അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വന്ന് വീട്ടുജോലികൾ ചെയ്ത് മാവരയ്ക്കുന്നതിനും അതുപോലെ തന്നെ ധാന്യങ്ങൾ പൊടിക്കുന്നതിനുമൊക്കെ പണിയെടുത്ത് അവസാനം ഒരു വേലക്കാരിയെ കിട്ടുമോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വന്ന സ്വന്തം മകൾ ഫാത്തിമയുടെ കഥ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ സമയത്തുണ്ടായിരുന്നത്. പറഞ്ഞു, പ്രവാചകൻ വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ കഥ പറഞ്ഞു. രാത്രിയാണ് റസൂൽ വീട്ടിലെത്തിയത്, തിരക്കുകളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു കട്ടിൽ കിടക്കുകയാണ്. അവരോട് എഴുന്നേൽക്കേണ്ടെന്ന് പറഞ്ഞ് റസൂൽ അവരുടെ അടുത്ത് പോയിരുന്നു. അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ ഇടയിലിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലിൻ്റെ തണുപ്പ് നമുക്കിങ്ങനെ അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ റസൂൽ കാല് വെച്ച് അവിടെ ഇരുന്നപ്പോൾ, എന്നിട്ട് ഇതിനേക്കാൾ ഒരു വേലക്കാരിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായൊരു സംഗതിയെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. കിടക്കയിലേക്ക് പോകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും ഫഹാദ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിമീൻ, ഒരു വേലക്കാരനെ ഒരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഇതായിരിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, പ്രവാചകൻ ഏറ്റവും അടുത്ത മകൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അർഹതപ്പെട്ട ഓഹരികൾ ഉണ്ടാകുമല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിന് അർഹതപ്പെട്ട ഒരു ഓഹരികളിൽ നിന്ന് ഒരു അടിമയെയോ ഒരു വേലക്കാരിയോ കൊടുക്കുന്നതിന് പ്രവാചകൻ തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അഹ്ലു സുഫയിൽപ്പെട്ട ആളുകളടക്കം അങ്ങനെ ഒരു സാഹചര്യം മുസ്ലിങ്ങൾക്കുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളുടെ വീട്ടിൽ പ്രവാചകൻ കൊടുത്തൊരു വേലക്കാരിയുമായി അങ്ങനെ ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. മറ്റൊരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതുപോലെ തന്നെ ഒരു വേലക്കാരൻ അന്വേഷിച്ച് വരുന്നത് ചരിത്രത്തിൽ 1-2 തവണ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന നമുക്ക് കാണാം.
മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം അങ്ങനെയാണ് ആ വാചകങ്ങളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കുറച്ച് ദീർഘമായ പ്രാർത്ഥനയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വേലക്കാരനെ ആവശ്യപ്പെട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേരമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ, അതിനേക്കാൾ നിനക്ക് ഉത്തമം അല്ലാഹുമ്മ റബ്ബസ് സമാവാതിസ് സബഅ വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ വഅൻതൽ ളാഹിർ ഫലൈസ ഫൗഖക ഷൈ വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ഷൈ ഇഖ്ദി അന്നദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ. അവസാനത്തെ പ്രാർത്ഥന അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സ്തുതിയും ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഇഖ്ദി അന്നദ്ദൈൻ, അള്ളാഹുവെ നമ്മുടെ കടം വീട്ടി തരണേ, വഅഗ്നിനാ മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് ധന്യത നൽകണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ അവസാന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മകൾക്ക് ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. ഇങ്ങനെ ഒരു ആവശ്യമായി വന്നപ്പോൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മക്കൾക്ക് മാത്രമെന്നല്ല, മക്കളെ പ്രത്യേകം അവർ ഈ സന്ദർഭത്തിൽ പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു വന്നപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത് വേറെയും പ്രാർത്ഥനകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വീട്ടിൽ പോയി രാത്രി തഹജ്ജുദിൻ്റെ സമയമായപ്പോൾ പോയി വിളിച്ച സന്ദർഭം ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉള്ള വീട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അവിടെ ചെന്ന് വാതിൽ മുട്ടി, അലാ തുസല്ലിയാൻ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലെന്ന് ചോദിച്ചു. മകളും പിന്നെ മരുമകനും മറ്റൊരു വീട്ടിലാണ്, വിവാഹം കഴിഞ്ഞ് അവർ വേറെ പോയി. എന്നിട്ട് അവർ വീട്ടിൽ ചെന്ന് വിളിച്ചു, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെയും തഹജ്ജുദിനു ഉണർത്താറുണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അത് രസകരമായ സംഭവമാണ്. ഇന്നമാ അൻഫുസിനാ ബിയദില്ലാ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ലല്ലോ, അത് അള്ളാഹുവിൻ്റെ കയ്യിലാണല്ലോ. ഫൈദാ ഷാ ബഅസന ബഅസന, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ എഴുന്നേൽക്കാൻ, അള്ളാഹു നമ്മളെ ഉണർത്തിയാൽ അള്ളാഹുവിൻ്റെ കയ്യിലാണല്ലോ, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോളൊന്നും ഇല്ലല്ലോ, അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം കൂടുതലായിരുന്നിരിക്കാം എന്നൊരു കാരണം അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടൊന്നും മിണ്ടിയില്ല. തഹജ്ജുദ് നിസ്കാരത്തിന് കുറച്ച് നേരത്തെ വിളിച്ചതാണ്. അപ്പോഴാണ് ഈ മറുപടി. റസൂലുള്ളാഹി ഇങ്ങനെ തിരിച്ച് നടന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. പക്ഷെ നമ്മളിങ്ങനെ കേട്ടു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലെ വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ എത്രമാത്രം വലിയ തർക്കിക്കുന്നവനാണ്, കുതർക്കം നടത്തുന്നവനാണ് എന്നുള്ള ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് ഏതായാലും ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് തഹജ്ജുദായിരുന്നു, നിർബന്ധമായിട്ടുള്ള ഒന്നുമായിരുന്നു. നിർബന്ധമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി എന്തായാലും ഉണരാതെ വളരെ ഉണർത്താതെ പോകുമായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാലും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ ഉറക്കവും ഒരു നേരത്തെ വന്ന ഒരാൾ വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രതികരണവുമൊക്കെയാണ് അലി റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുന്നത് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പ്രവാചകൻ്റെ മരണത്തോടനുബന്ധിച്ച് ഈ പറഞ്ഞ പെൺമക്കളൊക്കെ മരണപ്പെട്ട അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണല്ലോ ഉള്ളത്. ആ സമയത്ത് മരണാസന്ന സന്ദർഭങ്ങളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ഒരു കാര്യം പറയുന്നതും കരയുന്നതും പിന്നെ ഒരു കാര്യം പറഞ്ഞ് ചിരിക്കുന്നതും അതൊക്കെ നമ്മൾ പ്രവാചകൻ്റെ വഫാത്തിനോടനുബന്ധിച്ച സന്ദർഭങ്ങളിൽ ഉദ്ദേശിച്ചിരുന്നു. ഇനി ഉപ്പയുടെ മരണമെടുത്തു, ജിബ്രീൽ വന്നു, ഈ റമദാനിൽ 2 തവണ ഖുർആൻ പരിശോധിച്ചു. അപ്പോൾ ഈ എന്തായാലും മരണമെടുത്തു, എൻ്റെ മരണത്തിന് ശേഷം എന്നോട് ഏറ്റവും ആദ്യമായി വന്നു ചേരുന്നത് നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. പിന്നെ സ്വർഗ സ്ത്രീകളുടെ മുഅ്മിനാത്തുകളുടെ നേതാവ്, സ്ത്രീകളുടെ നേതാവ് നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ഇതൊക്കെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വെളിപ്പെടുത്തുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ ചോദിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് മാത്രമായി പറഞ്ഞ ഒരു രഹസ്യം, അത് പ്രവാചകൻ്റെ ജീവിതകാലത്ത് വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ്റെ വഫാത്തിന് ശേഷമാണ് ഈ പറഞ്ഞ ചിരിച്ചതും കരഞ്ഞതുമായ സന്ദർഭത്തെക്കുറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന കാണാം. അത് അദ്കാറു സ്വബാഹിലു ഒക്കെയുള്ള പ്രാർത്ഥനയാണ്. സ്വന്തം മകൾക്ക് ഒരു പ്രവാചകനായ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് പ്രത്യേകം നിഷ്കർഷിച്ചൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ, ആ മകൾ ആ പ്രാർത്ഥന ചൊല്ലണമെന്ന് ഒരു ഉപ്പ
ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉപ്പ ആഗ്രഹിച്ചു എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവുമല്ലോ. അത് നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയുമായിരിക്കും. അദ്കാർ സുബാഹ് അത്യാവശ്യം 1-2 തവണ ചൊല്ലിയ ആളുകളാണെങ്കിൽ തന്നെ അത് അറിയുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇങ്ങനെയാണ് ചോദിക്കുന്നത്, യാ ഫാത്തിമ മോളെ, മാ യംനഉക അൻ തസ്മഇ മാ ഊസീക ബിഹി, ഞാൻ വസിയത്തായി പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യം നിനക്ക് ചെയ്യാൻ എന്താണ് തടസ്സം? അത് നിനക്ക് തടസ്സമൊന്നുമില്ല, നീ അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന അർത്ഥത്തിലാണ്. ഇദാ അസ്ബഹ്ത വ ഇദാ അംസൈത്, രാവിലെയും വൈകുന്നേരവും പ്രഭാത പ്രദോഷങ്ങൾ ചൊല്ലേണ്ട പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഈ പ്രാർത്ഥനയാണത്. നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കും അധികവും. അദ്കാർ സുബാഹി വൽ മസായിലുള്ള പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ നടത്തുന്നു. അസ്തഗീസ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, നീ നന്നാക്കണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ ചുമ്മുന്ന സമയം പോലും അല്ലാഹുവേ എൻ്റെ കാര്യം നീ എന്നെ തന്നെ ഏൽപ്പിക്കരുതേ, എന്നെ നിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കരുതേ എന്ന പ്രാർത്ഥന. അപ്പം മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർഭത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ചൊന്ന് അർത്ഥം അറിഞ്ഞ് ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയെ ഇതിനെ മനസ്സിലാക്കാം. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത, എന്താണ് മോളെ ഞാനിത് പറഞ്ഞു തന്നാൽ നിനക്ക് തൊല്ലാൻ തടസ്സം എന്ന് പ്രത്യേകം ചോദിച്ചു പറഞ്ഞ പ്രാർത്ഥനയാണിത്. അതുപോലെ തന്നെ ഈ പിന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും തമ്മിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഹദീസുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ അവർ മരണപ്പെടുന്ന, അവരുടെ ഖബറടക്കം, അവരുടെ കഫൻ ചെയ്യൽ, അവരെ കുളിപ്പിക്കൽ, ഇതൊക്കെ പ്രവാചകൻ നേരിട്ട് ഇടപെട്ട സന്ദർഭങ്ങളാണ്. ആ സമയത്ത് ഇപ്പോൾ അതുപോലെ തന്നെ പേരക്കുട്ടികൾ ഇവരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം, ഇവരൊക്കെ മരണപ്പെടുന്ന സന്ദർഭം. ഈ സമയത്തൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രവാചകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റുന്നത് കണ്ടപ്പോൾ, സ്വന്തം മകളുടെ മകൻ പേരക്കുട്ടി മരിക്കുന്ന ആ സമയത്ത് കണ്ണുനീരുന്നത് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ, അല്ലാഹുവിൻ്റെ റസൂലേ എന്താണിത്? കാരണം കരയാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദിഹി റഹ്മ, അത് മക്കളോടുള്ള കരുണയാണ്. കണ്ണുനീരുറ്റുക, കരയുക എന്നത് ഇസ്ലാമിൽ നിഷിദ്ധമല്ല. നേരെ മറിച്ച് ജാഹിലിയ കാലത്തുണ്ടായിരുന്നതുപോലെ അലറി വിളിച്ച് ഒരു വിലാപം എന്നതുപോലെ കരഞ്ഞ് ആ ഒരു രൂപത്തിൽ ആ കുറേ അലറിക്കലച്ചിലുകളും അട്ടഹാസങ്ങളുമുണ്ട്. അതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയത്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറുഹമ, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് റഹ്മത്ത് ചെയ്യുന്നതും റഹ്മത്തുള്ള മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ആളുകളെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുന്ന പ്രവാചകൻ ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയാണ് സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കുറേ മസലകൾ കിട്ടുന്ന ഒരു ഹദീസ് കൂടിയാണ്. എങ്ങനെയാണ് സ്ത്രീകളുടെ മുടി അവിടെ ചെയ്യേണ്ടത്, മെടഞ്ഞിടേണ്ടത്, അതുപോലെ തന്നെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പൊതിയേണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നത് കാണാം. സ്വന്തം മകൻ ഇബ്രാഹിമിൻ്റെ മരണവേളയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടുള്ള വാചകങ്ങൾ പറയുന്നത് കാണാം, പ്രവാചകൻ്റെ കണ്ണുനീരുറ്റുന്നത് കാണാം. ഇതൊക്കെയും മക്കളുടെ സ്വന്തം ജീവിതകാലത്ത് ഒരു മകൾ ഒഴിച്ച് ബാക്കി എല്ലാ മക്കളും, ആൺമക്കളും ബാക്കി എല്ലാ പെൺമക്കളും മരണപ്പെട്ട ഒരു പിതാവിൻ്റെ ജീവിത സന്ദർഭങ്ങൾ കൂടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. ഇബ്രാഹിമിൻ്റെ ആ മരണ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഐന തദ്മ, തീർച്ചയായും കണ്ണുകൾ അതിന് കരച്ചിൽ വരും, കരഞ്ഞു പോകുമ്പോൾ ഖൽബ യഹ്സുൻ, ഹൃദയത്തിന് വേദനയുണ്ടാകും, വിഷമമുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്നിരുന്നാലും വല നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്തത്, തൃപ്തികരമില്ലാത്തത് നമ്മൾ പറയില്ല. സ്വന്തം മകൻ മരിച്ചാൽ ജീവിതത്തിൽ അത്രയേറെ നിർണായകമാവുന്ന ഒരു ഘട്ടത്തിൽ ആളുകൾ പലപ്പോൾ വിഷമത്തിൻ്റെ ആധിക്യം കൊണ്ട് പലതും പറഞ്ഞു പോയേക്കാം. പല കാര്യങ്ങളെയും, വിധിവിശ്വാസത്തെയും അള്ളാഹുവിൻ്റെ വിധിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ വന്നേക്കാം. അതൊരിക്കലും ഉണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയും പ്രവാചകൻ കണ്ണുനീർ വാർക്കുകയും ചെയ്ത സന്ദർഭങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്കളുള്ള ജീവിതത്തിലും മൊത്തത്തിൽ നമുക്കൊരുപാട് മാതൃകകളുണ്ട്. വിശിഷ്യ പെൺമക്കളുടെ വിവാഹ ജീവിതത്തിലും അവരുടെ വിഷയത്തിൽ ഇടപെട്ടതിലുമൊക്കെ ഒരുപാട് വലിയ മാതൃകകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് പേരക്കുട്ടികളുടെ വിഷയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടുതൽ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രംഗങ്ങളിലും പ്രവാചക പാത പിന്തുടരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.